യോഗത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ ഡെമോക്രസി നിലനിൽക്കണോ വേണ്ടേ, അതല്ല ഒരു ഏകാധിപത്യ രാജ്യമായി ഇന്ത്യ രാജ്യത്തെ മാറ്റണോ, അതാണ് ചോദ്യം. ഇപ്പോൾ 28 ലക്ഷം വോട്ടർമാർ ഉത്തരേന്ത്യ UP-യിലുണ്ടെന്നാണ് കണക്ക്. നമ്മുടെ ഇവിടെ അങ്ങനെ വോട്ട് ചേർക്കാനില്ല. സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ വോട്ട് ചേർക്കാനുള്ള ഒരു സാഹചര്യമില്ല, ചേർക്കാറുമില്ല. നമ്മൾ ജനന മരണങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നവരാണ്. ജനന നിയന്ത്രണം നടക്കുന്ന നാടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ. ഉത്തരേന്ത്യ കഴിച്ചാൽ ഉത്തരേന്ത്യയിലൊന്നും അതില്ല. ഉത്തരേന്ത്യയിൽ പ്രസവിച്ച് ആളിങ്ങനെ പെരുകി വരും. ഇപ്പോൾ അവിടെ 28 ലക്ഷം ജനങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ട്, വോട്ടർമാർ ആകാൻ അർഹതയുള്ളവർ. അതിനിപ്പോൾ അവരതുപോലെ ഇലക്ഷന് മത്സരിക്കുക എന്നാൽ അവിടെയുള്ള മുഴുവൻ സീറ്റുകളും BJP കൊണ്ടുപോകും. ദക്ഷിണേന്ത്യയിലാണ് BJPക്ക് നഷ്ടക്കച്ചവടമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അത് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഡീലിമിറ്റേഷൻ വിവാദം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ജനാധിപത്യപരമായ സമീപനത്തിലൂടെ എല്ലാ ആളുകൾക്കും ഈക്വലായി സന്ദർഭം നൽകിക്കൊണ്ടുള്ള വോട്ടവകാശം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നതാണ്. അത് ഒരു നാടിൻ്റെ ആവശ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ യോജിക്കാവുന്ന കക്ഷികളൊക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി ആ ചർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാനുള്ളൊരു തീരുമാനമെടുത്താണ് ഇന്ന് ഇതിൻ്റെ യോഗം പിരിഞ്ഞത്.